എൻ്റെ പേര് ബിന്ദു. ഞാൻ കട്ടപ്പനയിൽ നിന്ന് വരുന്നു. ഞാൻ 2024 ജൂൺ 4-ാം തീയതിയാണ് ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിനു മുൻപ് ഞാൻ 2.5 വർഷക്കാലം കുവൈറ്റിലായിരുന്നു. എനിക്ക് കൃപാസനത്തെ പറ്റിയോ കൃപാസന മാതാവിനെ പറ്റിയോ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ യൂട്യൂബിലൂടെയാണ്, ഒരു അറബി വീട്ടിൽ ഹൗസ് മെയ്ഡായിരുന്നു ഞാൻ. അവിടെ എനിക്ക് യൂട്യൂബിലൂടെയാണ് ഞാൻ മാതാവിൻ്റെ പ്രാർത്ഥനകളും അച്ഛൻ്റെ ധ്യാനങ്ങളൊക്കെ കൂടാൻ എനിക്ക് മാതാവ് ഒരു അവസരം തന്നു. അത് എൻ്റെ മകൻ, നിൽക്കുന്ന എൻ്റെ മകന് വേണ്ടിയായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ കണ്ണുനീര് വാർത്തത്. 2.5 വർഷക്കാലം ഞാൻ അവിടെ ആയിരുന്ന സമയത്ത് എൻ്റെ മകൻ ഒരുപാട് മദ്യത്തിലും എല്ലാത്തിലും അടിമയായിട്ട് കഴിഞ്ഞു. ഞാൻ അപ്പോൾ അമ്മയോട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, ഞാൻ നാട്ടിൽ വരുമ്പോൾ നിൻ്റെ അൾത്താരയിൽ ഈ മകനുമായിട്ട് നിന്ന് സാക്ഷ്യം പറയാൻ നീ എന്നെ അനുവദിക്കണേ. അതുമാത്രം ഞാൻ ഓരോ രാത്രിയിലും കരഞ്ഞ്. കിട്ടുന്ന സമയം അറബി വീടാണ്, എപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. പക്ഷേ എൻ്റെ മനസ്സിലെപ്പോഴും ഞാനൊരു ഹിന്ദുവാണ്, പക്ഷേ എനിക്ക് ജപമാല അറിയില്ല, വിശ്വാസപ്രമാണം അറിയില്ല. എല്ലാം മാതാവ് എങ്ങനെയൊക്കെയോ എന്നെ പഠിപ്പിച്ചു. അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു. എയർപോർട്ടിൽ നിന്ന് ഇവിടെ വരുന്ന വഴി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് 2ാമത്തെ ഉടമ്പടി പുതുക്കുന്നതിന് മുൻപ് തന്നെ എൻ്റെ മോൻ എല്ലാ ദുശീലങ്ങളിൽ നിന്നും മാറി അവൻ സ്വയം പള്ളികളിൽ ധ്യാനം കൂടുകയും അവിടെ നിന്ന് പോയി അവിടുന്ന് അവൻ എല്ലാ പ്രാർത്ഥനകളിലും പങ്കെടുക്കുകയും എന്നോടൊപ്പം ഞാൻ പോലും വിളിക്കാതെ, ഒരു കഴിഞ്ഞ തവണ ഉടമ്പടി എടുക്കാൻ ഞാൻ പുതുക്കാൻ വന്നപ്പോൾ ഞാൻ പോലും വിളിക്കാതെ എൻ്റെ കൂടെ പറഞ്ഞു, അമ്മേ ഞാനും വന്ന് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുവാന്ന് പറഞ്ഞു. ഇന്ന് 3 മാസം 4-ാം തീയതി തികഞ്ഞു. പക്ഷേ ഇന്നാണ് വരാൻ പറ്റിയത്. പക്ഷെ അവൻ 2ാമത് ഇന്ന് വന്നു, വീണ്ടും ഉടമ്പടി പുതുക്കി. അവന് മാതാവും യേശുപ്പച്ചനും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സൗഖ്യം. അവനൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനും പെണ്ണിനും അവനുമായിട്ട് സന്തോഷത്തോടെ ഇന്ന് കഴിയുന്നു. ഇന്നും എൻ്റെ മകൻ മദ്യം ഉപേക്ഷിച്ചിട്ട് 1 വർഷവും 1 മാസവുമായി. ഇന്ന് വരെ അവൻ പിന്നെ സാധനം തൊട്ടില്ല. 15 വർഷമായി അവൻ അതിനടിമയായിരുന്നു. ഈ മാതാവ് മാത്രമാണ് എനിക്ക് അതിൽ നിന്നൊരു മോചനം തന്നത്. പിന്നെ എൻ്റെ കടഭാരങ്ങൾ, ഞങ്ങൾക്ക് വീടില്ലായിരുന്നു. ഇവനൊരു ആക്സിഡൻറ്റ് പറ്റി. 5 വർഷമായിട്ട് ആ കേസിൻ്റെ ഒരു ഇതായില്ല. കഴിഞ്ഞ തവണ ഞാൻ ഉടമ്പടിയിൽ മാതാവിനൊരു ഡേറ്റ് പറഞ്ഞിട്ട് പറഞ്ഞു, മാതാവേ, ഈ കേസ് എത്രയും പെട്ടെന്ന് തീർത്ത് ഞങ്ങൾക്കൊരു ഭവനം തരണേ, ഇവൻ എന്തെങ്കിലും ഒരു വരുമാന വഴി കാണിച്ചു കൊടുക്കണേന്ന്. എൻ്റെ മാതാവ് പറഞ്ഞ ആ ആഴ്ചയിൽ തന്നെ, ആ ചൊവ്വാഴ്ച ഇന്ന് നടക്കുന്നതെല്ലാം അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൻ്റെ ദിവസങ്ങളിൽ 3 പ്രാവശ്യം കേസിൻ്റെ അവധി വന്നു. കേസ് വിധിയായി. മിനിഞ്ഞാന്ന് ഞങ്ങൾക്ക് അവൻ്റെ ആ പൈസ ഇവൻ്റെ അക്കൗണ്ടിൽ വന്നു.